നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പന്മാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സ്ലോവേനിയയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ ജോർജിയയോട് അവർക്ക് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു വിജയം അവർക്ക് നേടേണ്ടതുണ്ട്. അതേസമയം സ്ലോവേനിയയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗ്രൂപ്പിൽ ഒരു മത്സരം പോലും വിജയിക്കാതെയാണ് അവർ പ്രീ ക്വാർട്ടറിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. എല്ലാ മത്സരങ്ങളിലും അവർ സമനില വഴങ്ങുകയായിരുന്നു. അങ്ങനെയാണ് 3 പോയിന്റ് നേടിക്കൊണ്ട് അവരിപ്പോൾ പോർച്ചുഗലിനെ നേരിടാൻ എത്തിയിരിക്കുന്നത്. 2 ടീമുകളുടെയും ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. പോർച്ചുഗലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഡിയേഗോ കോസ്റ്റ തന്നെയായിരിക്കും. അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ ക്യാൻസലോ, റൂബൻ ഡയസ്, പെപ്പെ, നുനോ മെൻഡസ് എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലീഞ്ഞ, വീറ്റിഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവർക്കൊപ്പം ബെർണാഡോ സിൽവയും ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, റഫേൽ ലിയാവോ എന്നിവരായിരിക്കും ഉണ്ടാവുക. നിലവിൽ താരങ്ങൾക്കൊന്നും സസ്പെൻഷൻ ഇല്ല. പക്ഷെ ഈ മത്സരത്തിൽ യെല്ലോ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരം നഷ്ടമാകുന്ന കുറച്ച് താരങ്ങളുണ്ട്. അതിലൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ കോൺസിസാവോ, ജോവോ പലീഞ്ഞ, പെഡ്രോ നെറ്റോ, റൂബൻ നെവസ് എന്നിവരൊക്കെ ഈ മത്സരത്തിൽ സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട്. സ്ലോവേനിയയുടെ ഒരു 11ലേക്ക് വന്നാൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് യാൻ ഒബ്ലക് ആണ്. അതുപോലെ തന്നെ കാർണിക്നിക്ക്, അതുപോലെ തന്നെ ഡ്രുക്കുസിച്ച്, ബിയോൾ, ബാൽക്കോവേക്ക്, സ്റ്റോയനോവിച്ച്, എൽസ്നിക്ക്, സെറിൻ, മാക്കർ, സ്പോറാർ, സെസ്കോ എന്നിവരാണ് അവരുടെ ഒരു ആദ്യ 11ൽ വരിക. യാൻസ സസ്പെൻഷൻ ആയിക്കൊണ്ട് പുറത്തിരിക്കും എന്നുള്ളതാണ്. ഏതായാലും മികച്ച ഒരു പോരാട്ടം ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ആദ്യ 3 മത്സരങ്ങളിലും ഗോളുകൾ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11ൽ അദ്ദേഹം ഉണ്ടാകും. ഇന്നെങ്കിലും അദ്ദേഹം തന്റെ ആ ഒരു ഗോൾ ക്ഷാമത്തിന് വിരാമം കുറിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.